ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ചെയ്യാൻ പോയില്ല. നീതിമാനാണെങ്കിലും 7 പ്രാവശ്യം വീഴുമെങ്കിലും നിലം വരെ ജാക്കിയില്ല. നിന്നെ നിലം വരെ ജാക്കാൻ നോക്കി ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിലം കൊടുത്ത് വാങ്ങിയവർ പറയുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് പ്രകൃതം ഞാൻ ചെയ്യും. ചില കാര്യങ്ങൾ എനിക്ക് നടക്കാൻ പറ്റും. അല്പവിശ്വാസം. ദൈവം എപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്തെന്ന് അറിയുന്നവനാണ് ദൈവം. ഈ മണ്ണായ ശരീരത്തെ പ്രതി, ഹല്ലേലൂയ, മണ്ണിനോടുള്ള ആസക്തിയെ പ്രതി, ഹല്ലേലൂയ, വിണ്ണിലെ ശക്തിയെ തുച്ഛീകരിക്കുന്നു. ആമേൻ. മണ്ണിൽ നിന്ന് വന്ന ആദ്യത്തെ ആദാം പാപം ചെയ്തു വീണുപോയി. മണ്ണിൽ നിന്ന് വന്ന ആദ്യത്തെ ആദാമിൽ ജനിച്ചവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. നമ്മളിന്ന് ഓരോ ക്രിസ്ത്യൻ നിൽക്കുന്ന യേശുക്രിസ്തുവിനേക്കാൾ അധികം നമ്മൾ ഓരോ കാര്യങ്ങളിലെ ചട്ടക്കൂടുകളിലേക്ക് നോക്കുകയാണ്. യേശു ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവന്റെ ദയയിലേക്ക് നോക്കുന്ന ആൾക്കാർ കൂടുതൽ. ദൈവരാജ്യം പലപ്പോഴും പലരായി അതിനെ വിഭാഗിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെയല്ല. ദൈവരാജ്യം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. പ്രാകൃതം വിതച്ചിട്ട് ആത്മീയം ഉയർക്കണം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതായത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 43, 44, 45 വചനം. ഹല്ലേലൂയ. നിങ്ങൾക്ക് റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ തികഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളിൽ വളർച്ചയില്ല എന്നുള്ള അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയെല്ലാം തികവുള്ളതാണ്.
ഹല്ലേലൂയ. സങ്കീർത്തനം 18:30 അങ്ങനെ പറയുന്നു, ദൈവം തികഞ്ഞവനായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നീക്കി തരുവാൻ, നമുക്ക് വേണ്ടി ജയോത്സവമായി നമ്മളെ വഴി നടത്തുവാൻ കഴിവുള്ളവന്റെ കരങ്ങളിൽ പരമേൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് ദാസന്മാരായി പുത്രനും പുത്രിയുമായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം ദൈവ സന്നിധിയിൽ നമ്മൾ വിധേയപ്പെടുക. യാക്കോബ് 4:7 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, ദൈവം നിങ്ങളോട് അടുത്ത് വരും. പ്രസവത്തോട് അടുത്ത് വരാനല്ല പറഞ്ഞത്. ആമേൻ. ഇന്ന് പലരും അടുത്ത് ചെല്ലുന്നത് മറ്റു പലരോടും ആ അടുപ്പം വിട്ടിട്ട്, ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് മാനുഷികമായിട്ടുള്ളതല്ല ദൈവികമായിട്ടുള്ളത് വചനപ്രകാരം അടുക്കുമ്പോൾ എല്ലാവരിലേക്കും അദ്ദേഹം വരികയാണ്. സ്നേഹം സകല മനുഷ്യരിലും പ്രകാശിക്കുക, സകല ഇടങ്ങളിലുള്ള സ്നേഹം നിന്നുള്ള കൃപ. ജഗൽ പരപര സുന്ദര ബാബ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. കാരണം പലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞാൻ തകർന്നു നുറുങ്ങിയും ലോകത്തിൽ ഇല്ലായ്മയായി പോകേണ്ട വിധത്തിൽ ഒരു 21 വർഷം മുൻപ് എന്റെ ജീവിതത്തിൽ 3 വർഷക്കാലം മിച്ചം ഞാൻ രോഗിയായി കിടപ്പിലായി പോയി. ഞാൻ ഈ വചനത്തെ അനുസരിച്ചു എന്ന് പറയുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. വചനവുമായി ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച കപ്പിൾസായ ഇന്ദു ചേച്ചിയും പുരുഷൻ ചേട്ടനും എന്റെ വീട്ടിൽ അവർ വെളിപ്പാട് കണ്ടിട്ട് എന്റെ വീട്ടിലേക്ക് ബൈബിളും എടുത്തു വന്നു. ഇത് രോഗമല്ല, ഇത് വൈദ്യനാൽ സൗഖ്യമാകത്തില്ല, അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നല്ല ഉത്തരം പറയുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ രോഗത്തിന്റെ പേരില് എന്നെ നിങ്ങളുടെ മതത്തിൽ കൈയടിക്കാൻ കൊണ്ടുപോകുവാൻ വിളിക്കാൻ വന്നെങ്കിൽ ഡോർ അടയ്ക്കമ്മേ അവർ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരിയുടെ മുഖത്തെ ചിരി മങ്ങിയില്ല. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവരുടെ ചിരി എന്നെ മങ്ങാത്തത്. എന്നിലിരിക്കുന്ന ഇരുളിന്റെ അധിപതിയാകുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവരോട് നെഗ്ലക്റ്റ് ആയിട്ട് പെരുമാറി. അപ്പോഴും അവർ മടുത്തു പോകാതെ എന്റെ മുഖത്തേക്ക് നോക്കി അവർ ചിരിച്ചുകൊണ്ട് എനിക്കായി പ്രാർത്ഥിച്ചു. അതിന് പറയുന്ന പേരാണ് മനസ്സ്. അവർ 3 വർഷക്കാലം ഇടപെടാതെ എന്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ മരിക്കുമെന്ന് നിശ്ചയമായപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും എന്റെ അമ്മയൊക്കെ ആയിട്ട് ദേവദാസിന്റെ അരികിലേക്ക് എന്നെ മടുത്തു പച്ചിത്തുരുമ്പെ പിടിച്ച് കയറാം എന്നോർത്ത് കടന്നുപോയി. കർത്താവ് അവിടെ വെച്ച് വിശ്വസിക്കാതെ സൗഖ്യം തന്ന ഒരാളാണ് നിങ്ങളുടെ. വിശ്വസിച്ചിട്ട് സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുവാൻ പ്രാഗൽഭ്യം എനിക്കില്ല. കാരണം വിശ്വാസം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാമായിരുന്നു. ഒരിക്കലും വിശ്വാസം എന്നതാ, യേശുക്രിസ്തു എന്താണ്, ബൈബിൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റോമർ 10:9 എന്നെ കൊണ്ട് ഏറ്റു പറയിക്കുമ്പോൾ ഞാൻ ചൊല്ലിത്തന്നത് ഏറ്റു പറഞ്ഞുകൊണ്ട് ദേവദാസന്റെ മുൻപാകെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുക. ആമേൻ, ഹല്ലേലൂയ. ദേവദാസൻ എരിവോടെ ആത്മാവ് നിറഞ്ഞവനായി കർത്തൃസന്നിധിയിൽ സമർപ്പണത്തോടെ എന്റെ വിശ്വാസത്താൽ ഈ മകൾ സൗഖ്യമാക്കട്ടെ, ഈ കുഞ്ഞിനെ യേശുവേ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇങ്ങനെ നിൽപ്പുണ്ട്, അതെനിക്ക് ഓർമ്മയാണ്. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് എനിക്ക് തന്നു. അന്നെന്റെ രോഗം സൗഖ്യമായി. തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഈ എന്റെ കയ്യിൽ മരുന്നുണ്ട് വേദനയ്ക്കുള്ള. അപ്പം ആ മരുന്നൊക്കെ എന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫാസ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് മേടിച്ച് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടു. ഈ ദേഷ്യം വന്നു. അതിന്റെ പേരാ വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ ആ മരുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കൊണ്ടുവന്നതൊക്കെ ശരിയായിരിക്കാം, എന്റെ മരുന്ന് വെച്ചിട്ട് കൈ പിടിച്ചു. അമ്മ പാസ്റ്റർക്ക് എന്നാ തോന്നുന്നു, അമ്മ എന്റെ ദേഷ്യത്തിന്റെ മുമ്പിലും സാത്താനും കടലിൽ നടുക്ക് നിൽക്കുന്നത് പോലെ പലരും ഇങ്ങനെയല്ലേ. ബൈബിൾ കയ്യിലുണ്ട്. തീരുമാനങ്ങൾക്ക് നടുവിൽ വരുമ്പോൾ എടി ഇതെടുക്കണോ അതെടുക്കണോ, എന്റെ ചായ ഇതെടുക്കണോ അതെടുക്കണോ. ഹല്ലേലൂയ. കാലൊന്ന് എവിടെയാ, ലോകത്തിലും ഒന്ന് ദൈവരാജ്യത്തിൽ എങ്ങനെയാ നിൽക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. ആരും കുറ്റം പറയാനല്ല ഞാൻ പറഞ്ഞു. ആമേ. ജീവനകൽപ്പന സന്തരമാവ, ഉത്ഭവ കൽപ്പന ജഗനകനാക, ദിനദിനനാക രക്ഷാബാബ. പ്രാകൃതം വിതയ്ക്കപ്പെട്ടപ്പോൾ, പ്രാകൃത ശരീരം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, കർത്തൃ സന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, കൈയടിച്ച് ആരാധിക്കുന്ന ഇവരുടെ നടുവിൽ നടക്കുന്നത് എന്തെന്ന് അറിയുവാൻ ഞാൻ പാസ്റ്ററോട് പറഞ്ഞില്ല, അവിടെ സഭയോട് പ്രാർത്ഥന വിഷയം എഴുതി കൊടുത്തില്ല, പറഞ്ഞില്ല, ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യാതെ ഇവരുടെ നടുവിൽ ഒരു പായിൽ കയറി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ജീവനുള്ള ദൈവമുണ്ടെങ്കിൽ എനിക്കത് അറിയണം, മനസ്സിലാക്കണം. സൗഖ്യം വന്ന പ്രശ്നസ്ഥ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് കടന്നു പോകുന്നത്. സൗഖ്യം തന്നു, വേദന മാറി, മരുന്ന് കഴിക്കാത്ത അവസ്ഥ വന്നു, ഓടി നടക്കാൻ തുടങ്ങി. അന്നേരം എന്റെ വിശ്വാസം എനിക്ക് ജീവനുള്ള ദൈവമുണ്ടോ എന്ന്. വർഷങ്ങളായി നീ പിൻപറ്റുന്ന ദൈവരാജ്യത്തെ, നീ അളന്നുകൊണ്ട് നിൽക്കുന്ന ദൈവരാജ്യത്തെ, ദൈവത്തിന്റെ വചനത്തെ തുച്ഛീകരിക്കാതെ, ആത്മാവിനെ കെടുക്കാതെ കൊണ്ട് കർത്താവിന്റെ വിളിയിലേക്ക്
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി. ഇത് വർഷങ്ങളുടെ പഴക്കത്താൽ കിട്ടുന്ന കാര്യമല്ല, ആത്മാവിന്റെ പുതുക്കത്താൽ വരുന്ന കാര്യം. ഞാൻ ആ നടുവിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും. അന്ന് ആ ദൈവദാസൻ അവിടെ ഇരുന്നവർ ഇങ്ങനെ അവരെല്ലാം അവിടെ ഇരിക്കുക. എല്ലാവരും അനുസരിക്കുന്ന കൂട്ടത്തില്ല, ഞാൻ അനുസരിക്കാത്ത കൂട്ടത്തിലുള്ളതാണ്. ഞാൻ കണ്ണു തുറന്ന് പിടിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ എല്ലാം നടക്കുന്നതെന്നറിയാം. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും കണ്ണടക്കുന്നത് എൻ്റെ കഴിച്ച് പൈസ കൊണ്ട് വട്ടിക്കുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എനിക്ക് നോക്കണ്ടേ. ഞാൻ നോക്കിയാൽ എൻ്റെ കാര്യം പോകും. അത്രയും നല്ല വിശ്വാസം എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണു തുറന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെയും ചോദിക്കുന്നത്, ഇവര് ഈ അന്യായ ഭാഷയൊക്കെ പറയുന്നുണ്ട്, എന്താ ഭാഷയൊക്കെ കൈയടിക്കുന്നുണ്ട്, ഇവര് ഭയങ്കര ഈ ഇടുമേ നിന്നിട്ട് തുള്ളി തുള്ളി ഇങ്ങനെ ഭയങ്കര ആരാധനയാണ്. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയാം, ജീവനുള്ള ദൈവം ഉണ്ടോ എന്ന് എനിക്കറിയണം. പ്രിയരെ, കർത്താവ് എൻ്റെ അടുത്തിലേക്ക് ഇറങ്ങി വന്നു. എത്ര അയോഗ്യമായി ചിന്തിച്ചുകൊണ്ടിരുന്ന എൻ്റെ അരികിലേക്ക് നാഥൻ അയോഗ്യതയിലിരിക്കുന്ന എന്നിലേക്ക് വരുവാൻ ഒരിക്കലും യോഗ്യതയില്ലാത്ത ചിന്തകളുമായിരുന്ന എന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ബൈബിൾ അറിയാത്ത ഞാൻ ബൈബിൾ പറഞ്ഞു എഴുന്നേറ്റിരുന്ന ഒരു അഗ്നി വന്നെന്റെ മേൽ തൊട്ടു, നാവെ തൊട്ടു. പ്പെട്ടില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞ് സങ്കീർത്തനം 40 ആ വചനം പറഞ്ഞ് ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രവചിച്ചു. ആത്മാവ് നിറഞ്ഞവളായി പ്രവചിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം ബൈബിൾ വാങ്ങി. എന്റെ സാക്ഷ്യം വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. കർത്താവ് വലിയവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പോയി മാത്രം രക്ഷപ്പെട്ടോട്ടെ, രോഗസൗഖ്യം വന്നോട്ടെ എന്ന് കണ്ടുകൊണ്ട് എനിക്കും അറിയത്തില്ല ഈ വലിയ രക്ഷയെ. എന്റെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ഫുൾ സപ്പോർട്ടോടെ ഞാൻ പോയി സ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം അറിഞ്ഞിട്ട് പോവാ. എന്റെ സൗഖ്യം കിട്ടിയത് അതുകൊണ്ട് ആശുപത്രി പോക്ക് നിന്നതുകൊണ്ട്, ആ പൈസ പോക്ക് നിന്നുകൊണ്ട്, ഞാൻ ഓടി നടന്ന് പണിയെടുക്കാറായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പൊക്കോട്ടെ. ഹല്ലേലൂയ. എന്ത് പെർമിഷനാണ് പ്രാർത്ഥനയ്ക്ക്? അവർക്കാർക്കും മാനസാന്തരവും ഇല്ല, ദൈവരാജ്യവും ഇല്ല, യേശുവാരാണെന്ന് അറിയുകയും വേണം. എന്റെ കിടക്കേന്ന് എഴുന്നേപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അങ്ങ് പ്രശ്നം വെക്കുന്നവരെടുത്ത് പോയി എവിടെയൊക്കെ ഏതാണ്ടൊക്കെ കഴിച്ചു, എല്ലാം പോയി കഴിച്ചു. ഒരു രക്ഷയുണ്ടായില്ല. യേശു കർത്താവ് എനിക്ക് സൗഖ്യം തന്നുകൊണ്ട് അവിടെ ഞാൻ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വിട്ട കൂട്ടത്തിലും വന്നതായിരുന്നു. പിന്നെ അറിഞ്ഞ് ഇത് വലിയ പരിപാടിക്ക് വിട്ടതാണെന്നുള്ള കാര്യം പിന്നെയാണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം സപ്പോർട്ടോട് കൂടി ദൈവരാജ്യ സുവിശേഷത്തിന് എനിക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഒരു അഗ്നി ശോധന നിങ്ങൾക്ക് നേരിടുമ്പോൾ, അഗ്നി പരിശോധന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒരിക്കലും നിങ്ങളുടെ ദോഷത്തിനല്ല, ക്ഷേമത്തിനാണ്. ഹല്ലേലൂയ. പ്രമോഷൻ വന്നത്, സഭാശുശ്രൂഷയിലേക്ക് പ്രമോഷൻ വന്ന സമയത്ത് എനിക്കുള്ള ഫ്രീഡം വേണമെന്ന് കർത്താവിന് തോന്നിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പഴയ പോലെ ഒതുങ്ങി പോകേണ്ട കാര്യമല്ല, അൺലിമിറ്റഡ് ആയിട്ട് ഓടേണ്ട വണ്ടിയായി ദൈവം അങ്ങോട്ട് പുറത്തേക്ക് ഫ്രീഡത്തോടെ എന്നെ നിർത്തി. അതാണ് സാക്ഷ്യം. ഹല്ലേലൂയ. ദൈവം എല്ലാം നന്മകളാലും എന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ബുദ്ധിയെ സഹായിക്കപ്പെടാതെ ദൈവരാജ്യം, ദൈവത്തിന്റെ വചനത്തിൽ നേരോടെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങട്ടെ എന്ന് യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ആ ഒരു സൗഖ്യം 10,000 ജനങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കർത്താവിനെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. ഒരുപാട് ആത്മാക്കളെ നേടുവാനും സ്നാനത്തിലേക്ക് നയിക്കുവാനും പല സ്ഥലങ്ങളിലും ദൈവരാജ്യത്തിൽ പല സഭകളിൽ ദൈവദാസന്മാർക്ക് ആത്മാക്കളെ കൊടുക്കുവാനും എൻ്റെ 21 വർഷത്തെ ആത്മീയ ജീവിതം കൊണ്ട് കർത്താവെ വലിയ ചെയ്യുന്നു. അടിയനോ ഒന്നും അറിയില്ല.